റോബിൻ, നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വത്തിക്കാൻ സമയം 4:30, അതായത് ഇന്ത്യൻ സമയം 8 മണിക്ക് ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കർദിനാൾ ഇലക്ടേഴ്സ് ഒന്നിച്ചുകൂടും. അവരുടെ ആ ചെറിയൊരു പ്രാർത്ഥന, ആ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സഭയുടെ പരമ്പരാഗതമായ പ്രാർത്ഥനയായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്നർത്ഥം വരുന്ന വേനി ക്രയാത്തൂർ എന്ന ഗാനം അവർ ആലപിച്ച് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. സിസ്റ്റൈൻ ചാപ്പലിൽ ചെന്ന ഉടനെ അവരുടെ ഓത്ത് ടേക്കിംഗ് സെറമണിയാണ്. നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അവര് ഈ കോൺക്ലേവിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചു കൊള്ളാം എന്ന ഓത്ത് ടേക്കിംഗ് സെറമണിയാണ്. അതിനുശേഷമാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കാത്തവരെല്ലാം പുറത്തേക്ക് പോകണം എന്നുള്ള അനൗൺസ്മെന്റ് വരുന്നത്. അതുവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അനൗൺസ്മെന്റ് വന്നതിന് ശേഷമാണ് കോൺക്ലേവിലെ കർഡിനൽ ഇലക്ടേഴ്സ് മാത്രം ചാപ്പലിന്റെ അകത്താവുകയും അതിനുശേഷം സിസ്റ്റൈൻ ചാപ്പലിന്റെ വാതിൽ അടയുകയും ചെയ്യും. നമ്മൾ കണ്ടതുപോലെ തന്നെ കർദിനാൾ ജോർജ് കൂവക്കാട് പിതാവാണ് ഈ സിസ്റ്റൈൻ ചാപ്പല് വാതിൽ അടയ്ക്കാനും തുറക്കാനുമുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതുപോലെ തന്നെ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും മറ്റ് നോട്ടുകളൊന്നും പുറത്തേക്ക് പോകാതെ, ചെറിയ കുറിപ്പുകളോ അല്ലെങ്കിൽ കർദിനാൾ ഇലക്ടേഴ്സ് എഴുതുന്ന ചെറിയ നോട്ടുകളോ കുറിപ്പുകളോ ഒന്നും, ബാലറ്റിന് പുറത്തുള്ള മറ്റ് നോട്ടുകളോ ഒന്നും പുറത്തു പോകാതെ ആ ഒരു കോൺക്ലേവിന്റെ രഹസ്യാത്മകതയും ആ ഒരു പവിത്രതയും സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും കർദിനാൾ ഡീക്കനായ, ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ ഡീക്കനായ കർദിനാൾ ജോർജ് കുവക്കാടാണ് അത് ചെയ്യുന്നത്. അത്ര ഉത്തരവാദിത്വമുള്ള ഒരു ജോലി ഒരു മലയാളി ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മലയാളി അത് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. തുടർന്ന് 4:30 ആരംഭിക്കുന്ന ഈ ഒരു കർമ്മങ്ങൾ ഒരു 5:30 വരെ നീണ്ടു നിൽക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 133 കർദിനാൾമാരുണ്ട്, അവരുടെ എല്ലാവരുടെയും പ്രതിജ്ഞ നടക്കണം. അതിനുശേഷം ഒരു 5:30 വത്തിക്കാൻ സമയം 5:30 ആയിരിക്കും വോട്ടിംഗ് ആരംഭിക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ടതുപോലെ ആ വിവിധ ഘട്ടങ്ങളിൽ 3 ലെയർ ആയിട്ട് നടക്കുന്ന ആ വോട്ടിംഗ് പ്രക്രിയകൾക്കെല്ലാം അവസാനം ഇന്നാണ് ആദ്യത്തെ ഒരു സ്മോക്ക് സിസ്റ്റൈൻ ചാപ്പലിന്റെ ചെമ്മിനിയിലൂടെ പുറത്തു വരുന്നത്. അത് ഏകദേശം ഇവിടെ വത്തിക്കാനിൽ അറിയിച്ചിരിക്കുന്ന വത്തിക്കാൻ സമയം 7 മണിക്കാണ്. അത് ഇന്ത്യൻ സമയം 10:30 ആയിരിക്കും. ആ സമയത്ത് വരുമെന്നാണ് അവരെ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ആദ്യത്തെ സിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി നീളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 7:30, 8 മണിയൊക്കെ ആകാനായിട്ട് 7:30ക്കും 8 മണിക്കും ഇടയ്ക്കാണ് ഇവിടെ ഇറ്റാലിയൻ മാധ്യമങ്ങളിൽ കണ്ട വാർത്ത അനുസരിച്ച് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത്രയും നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഇപ്പൊ എന്തായാലും ഇന്ന് ഒരു ഫസ്റ്റ് ബാലറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് ഒരു ഇത്തിരി കടന്ന കൈയായിരിക്കും. അതൊരു ഇൻഡിക്കേറ്റീവ് ബാലറ്റ് ആകാനാണ് കർദിനാൾ സംഘത്തെ ഇലക്ടേഴ്സിന്റെ മനസ്സിൽ ആരാണ് അടുത്ത മാർപ്പാപ്പ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റീവ് ബാലറ്റ് ആകാനാണ് സാധ്യത കൂടുതൽ. കഴിഞ്ഞ 2 തവണയും നമ്മൾ കണ്ടതുപോലെ തന്നെ 2 ദിവസങ്ങൾ നീണ്ടു കോൺക്ലേവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.